ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. 65ാമത്തെ വൈത്താരി. സദനം ജീതിൻ, നരേന്ദ്രൻ തൊഴുക്കാട് എന്നിവരാണ് ഇന്നത്തെ വർത്തമാനത്തിൽ. സദനം ജീതിൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തായമ്പക ലോകത്തും കഥകളി ലോകത്തും ശ്രദ്ധേയനായ ഒരു കലാകാരനാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എന്ന് പറഞ്ഞാൽ 2000-ന് ശേഷമാണ് അദ്ദേഹം കൃത്യമായി ചെണ്ട അഭ്യസിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു നീണ്ട ഇത് 2026 അപ്പോൾ ഒരു 25 വർഷത്തെ തൻ്റെ പ്രവർത്തനം കൊണ്ട് വാദ്യലോകം തന്നെ ശ്രദ്ധിക്കുന്നു എന്നതും ആസ്വാദകർ അദ്ദേഹത്തിൻ്റെ കൊട്ടിനെ ഏറ്റെടുക്കുന്നു എന്നതും അത്ര നിസ്സാര കാര്യമല്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട്, പ്രയത്നം കൊണ്ട് ഉണ്ടായതാണ്. സദനം ജീതിൻ ഗാന്ധി സേവാ സദനത്തിൽ കഥകളിക്കൊട്ട് പഠിച്ച് നിരവധി വാദ്യകലാകാരന്മാരുടെ കീഴിൽ തായമ്പക ഉപരിപഠനം, പരിശീലനം, സ്വന്തമായ കണ്ടെത്തലുകൾ എന്നിവയെല്ലാം ചെയ്ത് തായമ്പക ലോകത്ത് ഇന്ന് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. അതേപോലെ തന്നെ സമാന്തരമായി കഥകളി കൊട്ടിനെയും അദ്ദേഹം സ്നേഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും എല്ലാ കഥകളും കൊട്ടാൻ സാധിക്കുകയും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മുൻപ് നമ്മൾ കേട്ട സദനം രാമകൃഷ്ണൻ്റെ ശിഷ്യസ്ഥാനം കൂടിയുണ്ട്. ഒപ്പം ഗാന്ധി സേവാ സദനത്തിലെ എല്ലാ പുതിയ കഥകൾക്കും പുതിയ മേളാവതരണത്തിലും അദ്ദേഹത്തിന് കൃത്യമായ പങ്കുമുണ്ട്. കൊട്ടിൻ്റെ ശുദ്ധി, നാദം, സാധകം, സ്വാധീനം എന്നതൊക്കെ ഈ ജിതിൻ്റെ കൊട്ടിൽ കാണാവുന്നതാണ്. അദ്ദേഹത്തിന് ഇനിയും ധാരാളം സമയവും അരങ്ങുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും മേൽക്കുമേൽ ഉയർച്ച ഉണ്ടാവും എന്നതിന് യാതൊരു തർക്കവുമില്ല. അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്ത് ക്രിക്കറ്റിനോടാണ് ഭ്രമമുണ്ടായിരുന്നത്. ആ ക്രിക്കറ്റിൻ്റെ കൃത്യമായ അത് ബൗളിംഗ് ആവട്ടെ ബാറ്റിംഗ് ആവട്ടെ എന്നതുപോലെ കഥകളിയുടെ അരങ്ങിൽ മുദ്രയ്ക്കും ഭാവത്തിനും കലാശങ്ങൾക്കും എല്ലാം കൊട്ടുന്നതിനും എന്നതുപോലെ തായമ്പകയുടെ എണ്ണങ്ങൾ രൂപീകരിക്കുന്നതിലും അതിനെ നേരത്തെ കൂട്ടി ഒരുങ്ങുന്നതിലും സദനം ജീതിൻ ശ്രദ്ധിക്കുന്നു എന്നത് വാദ്യ കലാകാരന്മാർക്ക്, വാദ്യ ആസ്വാദകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. എങ്ങനെയും സദനം ജീതിൻ്റെ ആ കുട്ടിക്കാലം മുതലുള്ള കഷ്ടപ്പാടിൻ്റെയും അദ്ദേഹം പല സ്ഥലത്തും സഞ്ചരിച്ചതിൻ്റെയും പല മേഖലകൾ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പലതരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാതെ ചില തൊഴിൽ മേഖലയിൽ എത്തിപ്പെടുന്നതിൻ്റെയും അതിലൊക്കെ വിജയിച്ചതും വീണ്ടും കലയിലേക്ക് തന്നെ വന്ന് അതിലേറെ ആവേശത്തോടു കൂടി പ്രവർത്തിച്ചതും നമുക്ക് ജിതിൻ്റെ പ്രവൃത്തിയിലൂടെ കാണാവുന്നതാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ കേൾക്കാം. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നത് നരേന്ദ്രൻ തൊഴുക്കാട്, നേരത്തെ പറഞ്ഞ നരേന്ദ്രൻ തൊഴുക്കാട്. ഇദ്ദേഹത്തെ ഞാനറിയുന്നത് സദനം കൃഷ്ണൻകുട്ടിയുടെ കൂടെ പ്രശസ്തനായ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി എന്ന കഥകളി വേഷ ആചാര്യൻ്റെ കൂടെ അദ്ദേഹം പങ്കെടുക്കുന്ന കളിയിൽ അദ്ദേഹത്തോടൊപ്പം ഈ നരേന്ദ്രനും ഉണ്ടാവും. മത്തൂർ ഗോവിന്ദൻകുട്ടിയേട്ടൻ്റെ കൂടെയും ചില സന്ദർഭങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാലും മിക്കവാറും സദനം കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ കൂടെ ഉള്ള എല്ലാ കളികൾക്കും ആസ്വാദകനായി, അദ്ദേഹത്തിൻ്റെ സഹായിയായി, അദ്ദേഹത്തിൻ്റെ
സഹചാരിയായി ഈ നരേന്ദ്രൻ ഉണ്ടാവാറുണ്ട്. എങ്ങനെയും അദ്ദേഹം തികഞ്ഞ ഒരു കഥകളി ആസ്വാദകനാണ്, കലാ ആസ്വാദകനാണ്. അദ്ദേഹം ഒരു കാലത്ത് വിദേശങ്ങളിൽ ജോലി ചെയ്ത് അതൊക്കെ മതിയാക്കി ഇപ്പോൾ നാട്ടിൽ താമസിക്കുകയാണ്. വാദ്യത്തെയും ഈ സദനം ജിതിനെയും വ്യക്തിപരമായി അറിയുന്നതാണ്. ഒപ്പം അതിലേറെ ഗാന്ധി സേവാ സദനത്തിൻ്റെ പരിസരവാസി എന്നുള്ള നിലയ്ക്ക് ഗാന്ധി സേവാ സദനത്തിൻ്റെ എല്ലാ വളർച്ചയിലും ഉയർച്ചയിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അവരോട് വ്യക്തിപരമായ സ്നേഹമുണ്ട്. എങ്ങനെയും അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ചോദ്യം ചോദിക്കാൻ ലഭിച്ചിരിക്കുന്നത്. രണ്ടുപേരെയും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു. വായ്ത്താരി കേൾക്കാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. ഇന്ന് നമ്മുടെ വായ്ത്താരിയിൽ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ സദനം ജിതിനാണ്. അദ്ദേഹം ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണപുരം കോട്ടപ്പുറം സ്വദേശിയാണ്. ഈ കോട്ടപ്പുറം അതേമാതിരി തന്നെ ശ്രീകൃഷ്ണപുരം എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം കലയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. വളരെയധികം പ്രഗത്ഭന്മാരൊക്കെ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് സദനം ജിതിനെയാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ജിതിൻ, നിങ്ങളെ ഞാൻ ആദ്യം കാണുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു 2013-14 കാലഘട്ടത്തിലാണ് തോന്നുന്നുണ്ട്. ഞാൻ സദനത്തിൽ എല്ലാ കളിക്കും ഞാൻ വരാറുണ്ട്, 10-20 കൊല്ലമായിട്ട്. അന്ന് ബാലിവധായിരുന്നു കഥ. അപ്പോൾ 2ാം ചെണ്ടയായിട്ട് ഒരു ചെറുപ്പക്കാരൻ കയറി നിന്ന് കൊട്ടുന്നു. അപ്പോൾ സീനിയറായിട്ട് രാമകൃഷ്ണാശാനാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇടയ്ക്ക് ആശാനെ ഒന്ന് നോക്കും. ഒരു പരിഭ്രമമില്ലാണ്ട് ആ മേളത്തിൽ മാത്രം, കൊട്ടിൽ മാത്രം ശ്രദ്ധിച്ച് അന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു നിങ്ങളെ. അത് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആളോട് ചോദിക്കുകയായിരുന്നു, ആരാണ് ഈ പുതുമുഖ പ്രതിഭ എന്ന് ചോദിച്ചു. എനിക്ക് അന്ന് വളരെ എഫക്റ്റീവായിട്ട് തോന്നി അന്ന്. അപ്പോഴാണ് ഇതാണ് സദനം ജിതിൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എവിടെയായിരുന്നു നിങ്ങളുടെ സ്വദേശം? അതേമാതിരി തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം, പിന്നെ എങ്ങനെയാണ് ഈ ചെണ്ടയിലേക്ക് വന്നത്, ആരായിരുന്നു അതിൻ്റെ പ്രചോദനം? അങ്ങനെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. നാട്ടിൽ കലാപാരമ്പര്യ ഉള്ളൊരു കുടുംബത്തിൽ ജനിച്ച ആളല്ല ഞാൻ. അച്ഛൻ്റെ വീട്ടുകാർ ആണ് നോക്കിക്കഴിഞ്ഞാൽ കൃഷിക്കാരായിരുന്നു. അമ്മയുടെ വീട്ടുകാരും അങ്ങനെ കൃഷി സംബന്ധമായിട്ടുള്ളൊരു കുടുംബമായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. അച്ഛൻ ഡ്രൈവറായിരുന്നു. അമ്മ പിന്നെ വീട്ടിൽ ഞാനും അനിയനും, ഞങ്ങൾ 2 ആൾക്കാരേ ഉള്ളൂ. ചെണ്ട പഠനത്തിലേക്ക് വരാൻ ഒരു പ്രചോദനമല്ല ഉണ്ടായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അന്നത്തെ പ്രായം അങ്ങനെയാണ്, 7ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ്. അന്ന് ഒരുപാട് വീടുകളിൽ TV-കളൊന്നുമില്ല. അപ്പോൾ ഈ ക്രിക്കറ്റിനോട് ഭയങ്കര അഭിനിവേശമായിരുന്നു. ക്രിക്കറ്റ് കളിക്കുക പറഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഇന്നത്തെ പോലെ ഇപ്പോൾ അന്ന് നമുക്ക് സ്പോർട്സ് കടയിൽ നിന്നുള്ള ബാറ്റോ ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ മടക്കനെ ചെത്തി അല്ലെങ്കിൽ സാധാരണ വടികളൊക്കെ കുത്തിവെച്ചുള്ളൊരു അങ്ങനെ ഒരു കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വൈകുന്നേരം 5 to 6, 7 മണിയാവും വീട്ടിലെത്താൻ. അപ്പോൾ അത് അന്നത്തെ പ്രായത്തിൻ്റെ അതുകൊണ്ട് നമ്മൾ വീട്ടിലെ മൂത്ത മകനാണ് ഞാൻ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇപ്പോൾ ഒരു കടയിൽ പോകണമെന്നോ അങ്ങനെ വല്ലതും പറയാൻ പോലും ചിലപ്പോൾ എന്നെ കിട്ടില്ല. മിക്കവാറും ദിവസങ്ങളിൽ രാത്രി വീട്ടിൽ ഈ ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പുറത്താവും, ഉള്ളിൽ കയറി അടി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിക്കറ്റ് കളിയൊക്കെ ഇതൊരു എന്താ പറയുക ബുദ്ധിമുട്ടായി. ഞാൻ സ്കൂളിൽ നന്നായിട്ട് പഠിച്ചിരുന്ന ആളല്ല. അപ്പോൾ അങ്ങനെ ഈ ക്രിക്കറ്റിൻ്റെ ഇതായിട്ട് ഈ 5 to 7 മണി വരെയൊക്കെ എന്തായാലും ഒരു കാര്യത്തിനും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ അച്ഛൻ നാട്ടിലെ ഒരു എൻ്റെ സീനിയറായി സദനത്തിൽ പഠിച്ച സദനം അനീഷ് എന്ന് പറഞ്ഞ ഒരാളെ, അച്ഛൻ ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടി. അനീഷേട്ടനും എൻ്റെ അച്ഛൻ്റെ നാട്ടുകാരൻ തന്നെയാണ്.
അപ്പോൾ അനീഷേട്ടനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ കളരിക്കൽ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശാനുണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെണ്ട പഠിക്കാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ ഉള്ളിൽ താല്പര്യം ഉണ്ടായിരുന്നു ചെണ്ടയ്ക്ക്? വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ മേളം കണ്ട ഒന്ന് കാണുക അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അച്ഛൻ ഒരു ദിവസം എൻ്റെ വല്യമ്മയുടെ മകനുണ്ട് ദിബു എന്ന് പറയും, അയാളിപ്പോൾ ഖത്തറിലാണ്, അയാളെയും എന്നെയും കൂടിയും കൊണ്ടുപോയി അവിടെ ചെണ്ട പഠിക്കാൻ ചേർത്തു. അപ്പോൾ ഈ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല, രണ്ടാൾക്കും താല്പര്യമില്ല. ക്രിക്കറ്റ് തന്നെ ക്രിക്കറ്റ് ഇവിടുന്ന് വിട്ടുപോകാണ്. അതെ അതെ, അതൊരു ലഹരിയാണ് സത്യം പറഞ്ഞാൽ. ഈ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ താഴേന്നൊരു സിഗ്നൽ വരും, കൂക്കും അവരവിടെ തയ്യാറായി കഴിഞ്ഞാൽ. അപ്പോൾ ആ സമയം തലേദിവസം നല്ല അടി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് പോകാനും വയ്യ. കുറച്ചു നേരം അമ്മയൊന്ന് മാറുന്നവരെ അവിടെ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്തൊക്കെ തട്ടി ഇരിക്കും, ബാറ്റ് വഴിയിൽ കൊണ്ടുപോയിടും. എന്നാൽ ഇത് അമ്മ അങ്ങോട്ട് മാറുമ്പോഴേക്കും ഓടിപ്പോയി ആ ബാറ്റ് എടുത്തിട്ട് അവിടെ എത്താൻ പറ്റും. വീട്ടിൽ നിന്ന് വിട്ടാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ തിരിച്ചു വരുമ്പോഴേ അടിയുള്ളൂ. അടിയും കിട്ടിയാലും അതെ അതെ, ക്രിക്കറ്റ് കളി ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പം അങ്ങനെ ഇത് ഒഴിവാക്കാനായിട്ട് അവിടെ കൊണ്ടുപോയി ചേർക്കാമെന്ന് ആദ്യം ഞാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അച്ഛൻ്റെ നിർബന്ധപ്രകാരം അവിടെ കൊണ്ടാക്കി. അപ്പോൾ വൈകുന്നേരം ഇവിടുന്ന് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിഞ്ഞാൽ ഞാനും വല്യമ്മയുടെ മകൻ ദിബു പറയും, ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ പോവും. പോണ വഴിക്ക് വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 6:30-6:45 അപ്പോഴേക്കും ഞങ്ങളുടെ കൂടെ പഠിക്കാൻ ഈ സാധാരണ കൂലിപ്പണിക്ക് പോയിരുന്ന കുറച്ചും കൂടി ഞങ്ങളെക്കാഞ്ഞ് മുതിർന്ന ആൾക്കാരുണ്ടായിരുന്നു. ഒരു ഓമനേട്ടൻ, അദ്ദേഹത്തിൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട്. ഇവർക്ക് ഭയങ്കര ആഗ്രഹം, പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ ജോലി കഴിഞ്ഞ് അവർ കറക്റ്റ് അവിടെ എത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 3/4 ക്ലാസ്സൊക്കെ കഴിയും. അപ്പോൾ ഗോവിന്ദൻകുട്ടി ആശാൻ ചോദിക്കും, എന്തായി പോകുന്നു ചോദിക്കും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇരിക്ക് എന്ന് പറയും. ഇരുന്നിട്ട് ഞങ്ങളെ കുറച്ച് നേരം കൊട്ടിക്കും. അന്ന് ആശാൻ്റെ വീട്ടിൽ തന്നെ കിടത്താം. അന്ന് കറണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആശാൻ്റെ വീട്ടിൽ തന്നെ കിടന്ന് രാവിലെ സാധകം കൂടി കഴിഞ്ഞിട്ട് പോരാൻ പറ്റൂ. അപ്പോൾ രാവിലെ കൃത്യം ആശാൻ 5 മണിക്ക് വിളിക്കും. ഞങ്ങളപ്പോൾ ആശാൻ അപ്പുറത്തെ റൂമിൽ നിന്ന് എന്നെ വീട്ടിൽ കണ്ണാന്നാണ് വിളിക്കുക. കണ്ണാ, ദീപു നീക്ക് സാധകം തുടങ്ങണ്ടേ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മൂളും. ആശാൻ പിന്നെയും വിളിക്കും. മൂളി ഒരു 6 മണിയാക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആശാൻ്റെ ഒരു മകനുണ്ട്, സുരേഷ് എന്നാണ് പേര്. ഞങ്ങൾ ഉണ്ണിക്കുട്ടായിട്ടെന്നാണ് വിളിക്കുക. സുരേഷ് ഏട്ടന് ഭയങ്കര പേടിയാണ്, ഭയങ്കര. നമുക്ക് അന്ന് ഏട്ടനൊക്കെ തായമ്പയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കൈയൊക്കെ പൊട്ടിയത് ഇങ്ങനെ കാണിച്ചു തരും എൻ്റെ. അപ്പോൾ ആശാൻ്റെ വൈഫ് പറയും, കണ്ടോ അങ്ങനെയൊക്കെ കൊട്ടാരാവണം എന്നൊക്കെ പറയും. അന്നും നമുക്ക് ഇതിനോടുള്ള താല്പര്യം അങ്ങോട്ട് കയറിയിട്ടൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് തള്ളി വിടുകയാണ് എന്നുള്ളൊരു മട്ടിൽ അങ്ങനെ ഈ സാധകത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വിളിച്ച് ഏട്ടനെ ഏകദേശം ഒരു 6:05 ആകുമ്പോഴേക്കും നീക്കും. ഞങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചാൽ ഒരു 5:50 മുതൽക്ക് ഒരു 6 മണി വരെ സാധകം ചെയ്യും. ഇത് കഴിഞ്ഞ് വേഗം ഗണപതിക്ക് കൂട്ടിയിട്ട് കോലും ഇതോടെ വെച്ച്, കാരണം സ്കൂളിലേക്കും പോകണല്ലോ, വേഗം ഓടും. ഏട്ടൻ വരുമ്പോഴേക്കും ഞങ്ങൾ പോയിട്ടുണ്ടാവും. അങ്ങനെ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു കഷ്ടി ഒരു 2 വർഷത്തോളം പഠിച്ചു. അവിടുന്ന് ചെമ്പക്കൂർ വരെയൊക്കെ ഞാൻ പഠിച്ചു. ചെമ്പക്കൂറും പഞ്ചാരിമേളം 3-ാം കാലം ഏകദേശം തീരുകലാശം വരെയും പഠിച്ചു. അവിടുന്നാണ് സദനത്തിൽ നിന്നുള്ള ആ പരസ്യം കണ്ടിട്ട് ഇവിടെ ചേർക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അച്ഛൻ സദനത്തിലേക്ക്. അല്ല, സദനത്തിലെ പരസ്യം ആരാണ്? അത് പേപ്പറിൽ ഉണ്ടാവുമല്ലോ. അതെ, അല്ല അച്ഛൻ അനീഷേട്ടൻ മുഖാന്തരം രാമകൃഷ്ണാശാനെ പോയി കണ്ട്. അതെ, ആശാൻ ഇവിടെ അധ്യാപകനായിട്ടുണ്ട്. മാത്രമല്ല ആശാൻ കരിമ്പുഴ അന്ന് തറവാട്ടിലാണ് താമസം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു ദിവസം എന്നിട്ട് ആശാനെ പോയി കണ്ട് അവിടുന്ന് ലെറ്റർ അയച്ച് കുറച്ച് വൈകി എന്ന് വെച്ചാൽ ഇവിടെ എത്താൻ, അതായത് ജൂൺ മാസത്തിൽ ഇവിടെ എത്തേണ്ടതാണ്. അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ എത്തിയത്, ജൂലൈയിലൊക്കെ ആയിട്ട്. അപ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് കലാനിലയം ബാലകൃഷ്ണാശാനാണ് അന്ന് ഇവിടുത്തെ പ്രിൻസിപ്പള്. അപ്പോൾ അച്ഛനും ബാലാശാനെ ഇവിടെ ഈ പത്തിരിപ്പാല കൊടുന്നാക്കിയ അച്ഛനാണ് പണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. അതെ, വണ്ടിയിൽ അങ്ങനെ ഒരു പരിചയം ഉണ്ട്. അപ്പോൾ അച്ഛനെ കണ്ട വഴിക്ക് ചോദിച്ചു, താനെന്താ ഇവിടെ ചോദിച്ചു. അപ്പോൾ എന്നോട് അങ്ങനെ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, മകനാണ്,
ഇപ്പോൾ ഇവിടെ ചേർക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങോട്ട് പോരണേന് അവിടെ കൊട്ട് പഠിക്കണേക്കാൾ കൂടുതൽ ഞാൻ പ്രതിഷേധിച്ചിരുന്നു വീട്ടിൽ. ഞാൻ പോവില്ല. അതെ അതെ എനിക്ക് വീട് വിടാനുള്ള കാരണം വീട് വിടാൻ പറ്റില്ല. അതെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഒട്ടുമിക്കവാറും ഒരു തല്ലുകൊള്ളി എന്ന് തന്നെ പറയാം. അപ്പോഴും പിന്നിൽ കളിയുണ്ട്. അതെ, ഇപ്പൊ ഈ കൊട്ട് പഠിക്കാൻ എല്ലാ ദിവസവും വൈകുന്നേരം പോവെങ്കിലും ശനി ഞായർ ഞങ്ങൾക്ക് ലീവ് കിട്ടും. അന്ന് ഫുൾ കളിയാ. അപ്പോൾ അങ്ങനെ സദനത്തിൽ എത്തിപ്പെട്ടു. സദനത്തിൽ എത്തിയപ്പോൾ ആയിക്കോട്ടെ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ബാലാശാൻ്റെ അതിൽ എനിക്ക് കാര്യമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടെ വന്ന സമയത്ത് അന്ന് ഇവിടെ ഇപ്പോൾ സ്ഥാപന സെക്രട്ടറി ആയിട്ടുള്ള ഹരിസാറിൻ്റെ അച്ഛൻ കുമാരേട്ടനായിരുന്നു അന്ന് സെക്രട്ടറി. അപ്പോൾ കുമാരേട്ടൻ അന്നൊരു പരീക്ഷ നടത്തായിരുന്നു ഇവിടെ. ഇംഗ്ലീഷ് കഥകളി കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് എല്ലാവർക്കും കൂടി ഒരു പരീക്ഷ നടത്തുന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് ആ പരീക്ഷയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. പരീക്ഷയിൽ പങ്കെടുത്തപ്പോൾ അതിൽ ഫുൾ മാർക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചേർന്നു ഞാൻ എന്തായാലും. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ, കാരണം ഡ്രസ്സ് കാര്യങ്ങളൊന്നും അന്നത്തെ ഒരു കുടുംബത്തിൻ്റെ ഒരു പരിതസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ദാരിദ്ര്യം തന്നെയായിരുന്നു. അച്ഛൻ ഈ വണ്ടി ഓടിച്ചിട്ട് തന്നെ വേണം, വേറെ ആരും ഒരു സമ്പാദിക്കാനോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും സദനത്തിൽ ശരിക്കൊരു പറിച്ചു നടൽ തന്നെയായിരുന്നു. മാനസികമായിട്ട് നോക്കുകയാണെങ്കിൽ അന്നത്തെ എൻ്റെ 7ാം ക്ലാസ് 8ാം ക്ലാസ് പ്രായമാണ്. പറിച്ചു നട പറഞ്ഞു വല്ലാത്തൊരു ആ ഒരു പ്രായത്തിൽ എൻ്റെ മനസ്സിനെ പറിച്ചെടുക്കുക തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷം പിന്നെ വിഷമങ്ങളെന്ന് വെച്ചാൽ സദനത്തിലെത്തിയപ്പോൾ ഇവിടുത്തെ അന്നത്തെ ഏറ്റവും ഹോസ്റ്റലിലെ ചെറിയ കുട്ടി ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് സീനിയേഴ്സിൻ്റെ റൂമുകളിലേക്ക് പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരു ഇതിലാണ്. അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു. അപ്പോൾ ഈ സദനത്തിൽ എത്തിയതിന് ശേഷം ഇപ്പോൾ കളരിയിൽ പോവുമല്ലോ, തുടങ്ങുമല്ലോ. അപ്പോൾ ആദ്യം നിങ്ങളെ ഇവിടെ ആശാനായി വന്നത് ആരാണ്? ഐ മീൻ കൊട്ടിന് ആശാനായിട്ട് വന്നത് ആരാണ്? അമാതിരി അതല്ലാതെ ഏത് കൊല്ലാണ് നിങ്ങളിവിടെ വന്നത്? ഞാൻ 88, 89, 90 നാട്ടിൽ ചേർന്നത്. എന്ന് വെച്ചാൽ എന്നെ കൊട്ടുപിടിപ്പിക്കാൻ ചേർത്തത്. അത് കഴിഞ്ഞ് 2001 ഞാൻ ഇവിടെ വരണത്. അതെ. അപ്പോൾ ഇവിടെ വന്നു. അന്ന് എനിക്ക് രാമകൃഷ്ണാശാനെ അവിടെ വീട്ടിൽ പോയി കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഗോപാലാശാനെ ആദ്യമായിട്ട് കാണുന്നത്. കുട്ടികളോടൊക്കെ ആശാന് നല്ല വാത്സല്യമാണ് എന്ന് വെച്ചാൽ. അപ്പോൾ എനിക്കൊരു ഇവിടത്തെക്കുറിച്ചൊരു ചിത്രം മനസ്സിലില്ല. അപ്പോൾ അവിടുന്ന് പോന്നെങ്കിലും ഞാൻ വീട് വിട്ട് നിൽക്കണ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നു. അത് കഴിഞ്ഞ് കൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഗണപതി കൈയൊക്കെ കൊട്ടിച്ചു കളരിയിൽ. അത് കഴിഞ്ഞ് പിന്നെ ചെണ്ടക്കളരിക്ക് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാനുണ്ടായത്. അല്ല, കളരിയിൽ അന്ന് അവിടെ അപ്പോൾ ആശാനാരായിരുന്നു? ഐ മീൻ നിങ്ങളുടെ ഫസ്റ്റ് അങ്ങനെയുണ്ടോ? അതെ, ഗോപാലാശാൻ. അതെ, ഗോപാലാശാനാണ് അന്ന് പ്രധാന അധ്യാപകൻ. രാമകൃഷ്ണാശാൻ ആശാൻ്റെ 2ാമത്തെ അധ്യാപകനായിട്ട്. അതെ. അപ്പോൾ ഈ സദനത്തിൽ വന്നതിന് ശേഷം പിന്നെ ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയി അല്ലേ? പിന്നെ കളരി അങ്ങോട്ട് അതിലങ്ങോട്ട് ലയിച്ചു പോയി തുടങ്ങി. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ ഒരു മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായി? അതൊക്കെ അങ്ങനെ പതുക്കെ മാറി തുടങ്ങിയോ? ഏകദേശം പറഞ്ഞാൽ മാറി തുടങ്ങിയിട്ടില്ല. ഒന്നാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇവിടെ ഹോസ്റ്റലിലെ ഏറ്റവും ചെറിയ കുട്ടികൾ എനിക്കങ്ങനെ എൻ്റെ ബാച്ചുകാർ പോലും എന്നെക്കാഞ്ഞും മുതിർന്നവരായിരുന്നു പ്രായം കൊണ്ട്. ഒരു രാമപുരം കൃഷ്ണപ്രസാദ്, സദനം കൃഷ്ണപ്രസാദിനെയാണ്. രാമപുരം കൃഷ്ണപ്രസാദ്, 2 കൃഷ്ണപ്രസാദ് ഉള്ളതുകൊണ്ട് ഒരാളെ രാമപുരം എന്നാണ് വിളിക്കുക. രാമപുരം എന്നായുള്ള സ്ഥലപ്പേരനെ വിളിക്കാറ്. അങ്ങനെ രാമപുരത്തു നിന്നുള്ളൊരു കൃഷ്ണപ്രസാദേട്ടൻ, പ്ലാപ്പറ്റയിൽ കോണിക്കഴി ഭാഗത്തുനിന്ന് ഒരു കൃഷ്ണനുണ്ണി, പിന്നെ ഞാനുമായിരുന്നു. ഞങ്ങളൊരു ബാച്ചായിരുന്നു. അതുപോലെ വേഷത്തിനൊരു സജേഷേട്ടൻ, പിന്നെ വക്കത്തു നിന്നുള്ള ഒരു വിജിത്തേട്ടൻ. അപ്പോൾ ചെണ്ടയ്ക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ? ചെണ്ടയ്ക്കല്ല, ഈ രാമപുരം കൃഷ്ണപ്രസാദനും കൃഷ്ണനുണ്ണിയേട്ടനും ഞാനും ചെണ്ടയ്ക്ക്. ഞാൻ പറഞ്ഞ ആ സമയത്ത് വേഷത്തിനുണ്ടായിരുന്നവര് സജേഷേട്ടനും കൃഷ്ണനുണ്ണിയേട്ടനും, സജേഷേട്ടനും വിജിത്തേട്ടനും. അതിൻ്റെ പുറമെ പാട്ടിന് ജ്യോതിഷേട്ടൻ, മദ്ദളത്തിന് ഒരു സദനം പെരുങ്ങോട് എന്നുള്ളൊരു അനീഷ്, കാറൽമണ്ണി എന്നുള്ളൊരു കൃഷ്ണപ്രസാദ്. അതെ. ചുട്ടിക്ക് പിന്നെ ആരും ഉണ്ടായിട്ടില്ല.
അങ്ങനെ ഇപ്പോൾ എത്ര കൊല്ലത്തെയായിരുന്നു അവിടുത്തെ കോഴ്സുകളും കാര്യങ്ങളും? അത് കഴിഞ്ഞ് എങ്ങനെയാണ്, എപ്പോഴാണ് അരങ്ങേറ്റം ഒക്കെ അവിടെ വരെ എത്തണ്ടേ? അതെ, അരങ്ങേറ്റം 2 കൊല്ലത്തിൻ്റെ ഉള്ളിലുണ്ടായി. അതെ. അതിന് ഇടയിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ വന്നപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം കൂടി ഉണ്ടായിരുന്നു എനിക്ക്. പത്തിരിപ്പാല ഹൈസ്കൂളിലാണ് ചേർത്തത് തന്നെ. ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ എത്തിപ്പെട്ട് ഇവിടെ 8ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ രാവിലെ ഉച്ചവരേക്ക് ചെണ്ട ക്ലാസ് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ റൂമിൽ പോയിട്ട് യൂണിഫോമും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെ. അന്ന് പത്തിരിപ്പാല സ്കൂളിൽ ഷിഫ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ വൈകുന്നേരം പിന്നെ സ്കൂൾ കഴിഞ്ഞാൽ ആദ്യം തിരിച്ചു വന്നാൽ സ്കൂളിൽ പഠിക്കാൻ, അന്ന് സ്കൂൾ പഠനത്തിന് ബാലാശാൻ പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പോൾ ആശാൻ രാത്രി ക്ലാസ്സിനൊന്നും അങ്ങനെ പോവാൻ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ഉച്ചവരെ കിട്ടുന്ന ക്ലാസ്സേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ പറഞ്ഞ പോലെ കൊട്ടിനോട് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. എന്ന് വെച്ചാൽ ഞാൻ അതിനിടയ്ക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ട് എനിക്ക് പറ്റണില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇവിടെ ആരും ഫ്രണ്ട്സൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ബാലാശ ഇടയ്ക്ക് ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കും, കാരണം ഇവിടെ നിൽക്കാൻ തീരെ മനസ്സില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നി, കാരണം അച്ഛനും അന്ന് കുടുംബം പുലർത്താനുള്ള തിരക്കിൻ്റെ ഇടയിൽ അച്ഛനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയൊരു ഇതുണ്ടായില്ല. അമ്മയോട് ഇടയ്ക്ക്, അന്ന് ഇപ്പോൾ മൊബൈലൊന്നുമില്ല, ലാൻഡ് ഫോണേ ഉള്ളൂ. അപ്പോൾ അമ്മയോട് ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈ പറഞ്ഞ പോലെ എന്തായാലും അവിടെ എത്തിയില്ലെങ്കിൽ അത് നിന്ന് നീ വൃത്തിയായിട്ട് പഠിക്കുക, എന്നിട്ട് നല്ലൊരു കലാകാരനാവാനൊക്കെ അമ്മ പറഞ്ഞിരുന്നു. അന്നത്തെ പ്രായത്തിൻ്റെ ഇതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ മനസ്സുണ്ടായിരുന്നില്ല. പ്രധാന കാരണം തന്നെ ആരുമായിട്ട് ഒരു വിഷമം ഷെയർ ചെയ്യാനില്ല. പല രാത്രികളിലും കരഞ്ഞിട്ടുണ്ട്, നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ പിന്നെ പത്തിരിപ്പാല സ്കൂൾ വിദ്യാഭ്യാസം അത് ഉച്ചവരെ കളരി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം പത്തിരിപ്പാല സ്കൂളിൽ എത്തണം. ഉച്ചയ്ക്ക് ഷിഫ്റ്റായിരുന്നു, അന്ന് ഷിഫ്റ്റായിരുന്നു. അതെ, അന്ന് ഞാനും ഈ വേഷക്കാരൻ വിജിത്ത് എന്ന് പറഞ്ഞ ഞങ്ങൾ രണ്ടാളും, വിജിത്തേട്ടൻ അന്ന് 9ാം ക്ലാസ്സും ഞാൻ ഞാൻ 9ാം ക്ലാസ്സും വിജിത്തേട്ടൻ 10ാം ക്ലാസ്സും അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങളിത് രാവിലത്തെ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് ഉച്ചയ്ക്ക് പോരും. പിന്നെ വൈകിട്ട് അവിടെ എത്തിയാൽ ചെണ്ട ക്ലാസ്സിന് പോകണമെന്ന് പിന്നെ മോഹമായി. കാരണം ഈ പുറപ്പാടും ഞാൻ പഠിച്ചതിനേക്കാൾ അടിസ്ഥാന തായമ്പയൊക്കെ പെട്ടെന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞു. അതേപോലെ പുറപ്പാട്, മേളപ്പദമൊക്കെ ഇതായി. ഞാൻ ഈ ഉച്ചത്തെ എൻ്റെ ക്ലാസ് ശരിക്കും ചെണ്ട ക്ലാസ് എനിക്ക് നഷ്ടമായിരുന്നു. കാരണം ഞാൻ വരുമ്പോഴേക്കും എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും. അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വാശി ഉണ്ടാക്കിയത്. അപ്പം ഞാനും എന്ത് ചെയ്യും ചോദിച്ചാൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അടുത്ത ക്ലാസ് എത്തുമ്പോഴേക്കും ഞാൻ അവരുടെ കൂടെ എത്തും. അങ്ങനെ ഒരു വാശി ഉണ്ടായിരുന്നു. ശരിക്കും ഇവിടെ വന്നതിന് ശേഷം, നിങ്ങൾ പഠിച്ചു തുടങ്ങിയതിന് ശേഷം ശരിക്ക് ആ മേളത്തിനോടൊക്കെ ഒരു താല്പര്യം വന്നു തുടങ്ങി അല്ലേ? കഥകളി മേളം ചെണ്ടമേളത്തോടും അല്ലെങ്കിൽ ആ കലയോട് അവിടുന്ന് പോരുമ്പോൾ അങ്ങനെ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നമ്മളതിൽ മിങ്കിൾ ചെയ്ത് പിന്നെ കുറേശ്ശെ അതിനോടായിട്ട് വളരെ താല്പര്യം വന്നു തുടങ്ങി അല്ലേ? അതെ. വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ വായ്ത്താരിപരമായിട്ട് നാട്ടിലെ ഇതും കൊട്ടും ഇവിടുത്തെ കൊട്ടും കൂടി വ്യത്യാസമായിരുന്നു. അപ്പോൾ എന്നെ ആദ്യം കൊട്ടിച്ചപ്പോൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഗോപാലാശം കൊട്ടിച്ചു. അപ്പം അന്ന് ഒരെണ്ണം ഉണ്ട്, തത്തക തരകാം ദിക്കണ്ണ ദിണ്ണൂറ ദിക്കണ ഡ, അങ്ങനെ ഒരു ഇതുണ്ട്, തത്തക തരകാം. അപ്പം ഞാൻ ഈ തത്തക തരകാം എന്നൊക്കെ പറയണ കേട്ടപ്പോൾ ആശാൻ ചിരിച്ചു. ആശാൻ എന്തിനാ ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞ അബദ്ധമായോ എന്നുള്ള. അപ്പോൾ ആശാൻ എന്നോട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഗോപാലാശാൻ പറഞ്ഞു, അല്ല ഞാൻ വേറൊന്നും കൊണ്ടുമല്ല, വായ്ത്താരിപരമായിട്ടുള്ള മാറ്റങ്ങൾ കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു എന്നേ ഉള്ളൂ, അതും ശരിയാണ്, ഇവിടെ ആകുമ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ട് എന്ന് ആശാൻ പറഞ്ഞു. അതിനെ ആ തത്തക തരകാം എന്നുള്ളതിനെ ഡണ്ണ കണനകാം നക്കാം നണ്ണ ഡ, അങ്ങനെയാണ് അതിൻ്റെ വായ്ത്താരി ഇവിടെ പഠിക്കേണ്ടത് എന്നുള്ളത് ആശാൻ തിരുത്തി തന്നു വന്ന്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഇതിനോട് എപ്പോഴാണ് മോഹം തോന്നി അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കയറി എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. ഞാനത് അങ്ങനെ അതിലേക്ക് ഇതിൻ്റെ ഇടയിൽ തുടക്കം ഒരു ഇംഗ്ലീഷ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ എൻ്റെ അടുത്ത്.
അതിൻ്റെ പിന്നെ ഇംഗ്ലീഷ് കാര്യമായിട്ട് അങ്ങനെ പഠനത്തിനോ അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കിട്ടിയോ, അതിനുത്സാഹിച്ചുവോ? ഉത്സാഹം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. മാമാജി, അതായത് കുമാരേട്ടൻ മാമാജി ഇടയ്ക്കൊക്കെ വന്നിട്ട് എന്താ പറയുക, ഒരു ഈ തിരക്കിൻ്റെ, അദ്ദേഹത്തിന് കഥകളി മാത്രമല്ലല്ലോ, സെൻട്രൽ സ്കൂള് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കുറേ തിരക്കുകളുടെ ഇടയിലാണ് കഥകളി കുട്ടികളെ വന്നിട്ട് ശ്രദ്ധിച്ചിരുന്നത്. അന്ന് ഞങ്ങളോട് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ഒരു വാചകം ഇടയ്ക്കിടയ്ക്ക് പറയും, ഡു ഓർ ഡൈ. അത് കഥകളി കുട്ടികളോട് വന്നിട്ട് ഇടയ്ക്ക് താഴെ ഹോസ്റ്റലിൽ വരും. വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അയ്യപ്പൻകാവുണ്ട്, അതിൻ്റെ മുമ്പിൽ വന്നിരിക്കും. കാവ്യവസ്ത്രമാണ് വേഷം. അതിൻ്റെ മുമ്പിൽ വന്നിരുന്നാൽ അന്നൊരു ഓട്ടോപ്പച്ച് വണ്ടിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നത് മാമാജിയാവും ചില ദിവസങ്ങളിൽ. അങ്ങനെ വണ്ടി അവിടെ കൊടുന്നിട്ടാൽ അവിടെ വന്ന് ഇരിക്കും. അവിടെ വന്നിരുന്നിട്ട് കഥകളി കുട്ടികളെ, അന്ന് ബാലാശാനും അവിടെ ഹോസ്റ്റലിൽ തന്നെ വാർഡനാണ് ബാലാശാൻ. അന്ന് പറയും, ബാലൻ കുട്ടികളെ വിളിക്കൂ എന്ന് പറയും. അപ്പോൾ ബാലാശാൻ കുട്ടികളെ വിളിക്കും, എന്ന് വെച്ചാൽ ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ നിൽക്കും. എന്നിട്ട് കുറേ കഥകൾ പറയും. എന്ന് വെച്ചാൽ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെ, നിങ്ങൾ പഠിച്ച അതായാലേ നിങ്ങൾക്ക് ഒരു നാളെ ഒരു മേൽഗതി ഉള്ളൂ എന്നുള്ള നിലയ്ക്കൊക്കെ. പിന്നീട് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഞങ്ങൾക്കൊരു പുസ്തകമൊക്കെ തന്നിരുന്നു. അതിൽ നിങ്ങൾക്ക് തോന്നണ കാര്യങ്ങൾ എഴുതുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങൾക്ക് ഈ ബുക്ക് ഉപകരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ട് എഴുതിക്കുക. അതെ, എഴുതിക്കുക. അതെ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഇപ്പോൾ അവിടെ ഒരു കോഴ്സ് കഴിഞ്ഞത് ഏത് ഇയറിലാണ്? കോഴ്സ് ഞാൻ കഴിഞ്ഞത് 2001 ചേർന്ന് 2002, 2003, 2004, 2005 കൂടി കഴിഞ്ഞു. ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു. അപ്പോഴേക്കും അരങ്ങിലൊക്കെ കൊട്ടി തുടങ്ങി അല്ലേ? കളികൾക്ക് അന്നത്തെ സമയത്ത് ധാരാളം കളികളൊന്നും ഈ പ്രദേശങ്ങളിൽ നടന്നിരുന്നില്ല. അല്ല, സദനത്തിന്റെ ട്രൂപ്പിന്റെ തന്നെ കുറെ ട്രൂപ്പുകളുണ്ട്. അതുണ്ടാവാറില്ലേ അതില്? അതെ, അതിലൊക്കെ ഉണ്ടായിരുന്നു. അതില് മെയിൻ ചെണ്ട ഗോപാലാശാണ്ട്, രാമകൃഷ്ണാശാണ്ട്, പിന്നെ ഞാനും ഉണ്ട്. നിങ്ങളും അന്നൊന്നും കാര്യമായിട്ട് കൊട്ടാറായിട്ടില്ല. ഇതിനിടയ്ക്ക് കോഴ്സ് കഴിഞ്ഞ് എൻ്റെ കൂടെയുള്ള 2 ആൾക്കാരും അവര് എന്താ പറയുക, സ്ഥാപനത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോയി. എന്ന് വെച്ചാൽ അവർക്ക് പിന്നീട് പകുതിക്കല്ല, കോഴ്സ് ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നെ പിന്നെ എന്താ വെച്ചാൽ ബാലാശാൻ അച്ഛനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് അയാളെ ഇപ്പം തന്നെ കൊണ്ടുപോകണ്ട. കാരണം ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കഥകളിക്കൊട്ടാണ് ഇപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചതെങ്കിലും പിന്നീട് മേളങ്ങളിലേക്കും തായമ്പകളിലേക്കും മാറിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അത് ആരുടെ കുറ്റം കൊണ്ടാണെന്ന് അറിയുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ, കാരണം മേളങ്ങളും തായമ്പകളും ഒരുപാട് ഈ പ്രദേശങ്ങളിൽ, ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പാലക്കാട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം അവസരങ്ങൾ അതിനാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, ഈ കഥകളി ചെണ്ട പഠിച്ചതിന് ശേഷം, കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഈ തായമ്പയിലേക്കുള്ള അതും കൂടിയും പഠിക്കണം, അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രചോദനം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വന്നത്? തായമ്പക കൊട്ടിച്ചിരുന്നു. രാവിലെ കളരിയിൽ അതെ, കളരിയിൽ വലന്തലയിൽ കൊട്ടണം രാവിലെ വന്നു കഴിഞ്ഞാൽ തോടയം നടക്കുന്ന സമയത്ത് അവിടെ വെറുതെ നിൽക്കാൻ അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല രാവിലെ സാധകം കഴിഞ്ഞ് ഒക്കെ ഉള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ ഓരോരുത്തർ, ഇപ്പം ഞങ്ങൾ 3 ആൾക്കാരുള്ളതിൽ ഓരോരുത്തർ ദിവസവും മാറി മാറി തായമ്പ കൊട്ടണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ താളം പിടിക്കും, ഒരാൾ കൊട്ടും, അടുത്ത ആൾ കളരി മുകളിൽ ചൊല്ലിയാട്ട കളരിക്ക് പോകണം. അങ്ങനെയായിരുന്നു. അപ്പോൾ അതിങ്ങനെ മാറി മാറി ചെയ്യിപ്പിച്ചിരുന്നു. എല്ലാ ദിവസങ്ങളിലും ഇല്ല, ആഴ്ചയിൽ ചില ദിവസങ്ങളിലൊക്കെ. പിന്നെ അത് എപ്പോഴാണ് ഒരു ഫുൾ തായമ്പകാരനായത്? എന്ന് വെച്ചാൽ അതിനൊരു ശിഷ്യത്വം അല്ലെങ്കിൽ അതിനൊരു മാർഗനിർദ്ദേശം വേണ്ടേ? അതിനൊരു സ്പെഷ്യൽ ഒരു ശിക്ഷണം വേണ്ടേ? അല്ല, അത് എനിക്ക് തോന്നണത് ഇപ്പോൾ അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതിങ്ങനെ മാറി മാറി വന്നാണ്. എങ്കിലും ഞാൻ ഒരു സാധാരണ അടിസ്ഥാന തായമ്പ നഗി കാം എന്നുള്ള ആദ്യത്തെ എണ്ണം ഉണ്ട്. അതിന്ന് മാറിയിട്ട് എന്നെ ഒരു ദിവസം ഗോപാലാശാൻ വന്നിട്ട് പറഞ്ഞു, സ്കൂളിൽ കലോത്സവമല്ലേ, അതിനിപ്പോൾ സ്കൂളിൽ നിന്ന് ആശാന് പത്രിപ്പാല ഹൈസ്കൂളുമായിട്ട് നല്ല ബന്ധമാണ് ഗോപാലാശാന്. അപ്പോൾ കലോത്സവത്തിന് തായമ്പയ്ക്ക്
പേര് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഈ അടിസ്ഥാന തായമ്പ അവിടെയാണെങ്കിൽ കലോത്സവത്തിന് 10 മിനിറ്റ് തായമ്പേ ഉള്ളൂ. എനിക്ക് ആകെ അറിയണത് അടിസ്ഥാന തായമ്പയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആശാൻ പിന്നെ അങ്ങോട്ട് തുടങ്ങി 10 മിനിറ്റ് തായമ്പ ആശാൻ എന്നെ പഠിപ്പിച്ചു. ഞാനവിടെ വന്നു. എൻ്റെ കൂടെ വന്ന് മത്സരിക്കാൻ 2 ആൾക്കാരുണ്ടായിരുന്നു അന്ന്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കല്ലൂർ രാമുട്ടി ആശാനാണ് അന്ന് ജഡ്ജായിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ജില്ല വരെ പോയി. ജില്ലയൊക്കെ എത്തിയപ്പോഴേക്കും കുറച്ചും കൂടിയും തിരക്കായി. എന്ന് വെച്ചാൽ അന്നത്തെ കുറച്ചും കൂടി മിടുക്കന്മാരുണ്ടായിരുന്നു എന്നെക്കാളും. അവർ ഫസ്റ്റ് കൊണ്ടുപോയി. പിന്നെ അതുമല്ല, എനിക്ക് ഭയം ഉണ്ടായിരുന്നു, ഉള്ളിൽ ഭയങ്കര ഭയമായിരുന്നു. കാരണം സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ വേർത്താകെ ഇതാവും. പക്ഷേ എങ്കിലും അത് നേടണം എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ജില്ലയിലെത്തിയപ്പോഴേക്കും കുറച്ചും കൂടി തിരക്ക് കൂടും. ഇതിപ്പോൾ സ്കൂളിലത്തെ തിരക്കേ ഉള്ളൂ. ജില്ലയിലെത്തുമ്പോൾ കുറച്ചും കൂടി അപ്പോഴേക്കും അവിടുത്തെ ജഡ്ജസിനെയൊക്കെ പാടെ കണ്ടപ്പോഴേക്കും പരിഭ്രമിച്ചു. എന്തായാലും എനിക്ക് ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല, സെക്കൻഡോ തേർഡോ അങ്ങാണ്ട് കിട്ടി. അങ്ങനെ പോരേണ്ടി വന്നു. ഈ ഗോപാലകൃഷ്ണാശാൻ പിന്നെ എപ്പോഴാണ് ഈ സദനം രാമകൃഷ്ണൻ, അത് രണ്ടുപേരും മാറി മാറി വരികയാണ്? രണ്ടുപേരും മാറി മാറി വരികയാണ്, അല്ലാണ്ട് ആള് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് അങ്ങനെയല്ല? അങ്ങനെയല്ല. ഒരു ദിവസം ഗോപാലാശാൻ ചെണ്ടക്കളരിയിലാണെങ്കിൽ ആ ദിവസം രാമകൃഷ്ണാശാൻ ചൊല്ലിയാട്ടക്കളരിയിലാവും. മാറി മാറി വരും. അങ്ങനെ ഈ സദനത്തിൽ ധാരാളം പുതിയ കഥകളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം അത് പുതിയ കഥകളിൽ നിങ്ങൾ തന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞ പുതിയ കഥ എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം അല്ലേ, വളരെയധികം കോഷ്യസ് ആവണം. അതുമാതിരി അതിൽ പല എന്താ പറയുക താളമാറ്റങ്ങൾ ഇല്ലേ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന്. പുതിയ കഥകളിൽ ഞാൻ എന്താ പറയുക കൊട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് കർണപർവം മുതൽക്കാണ് ഞാൻ ശരിക്കും കൊട്ടിയിട്ടുള്ളത്. അതിനു മുമ്പും ശാപമോചനം, അങ്ങനെ ഒരുപാട് കഥകൾ ഹരിസാറ് ആണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതുപോലൊക്കെ ഞാൻ വന്നിട്ടുള്ളൂ. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകാർക്കാണെങ്കിൽ മുമ്പിൽ സ്ക്രിപ്റ്റ് ഉണ്ട്. അവർക്ക് കൃത്യമായിട്ട് കലാശങ്ങൾ ഇത് അല്ലെങ്കിൽ കാലം കയറൽ ഇത് മുഴുവനെ അവർക്ക് അതിൽ നോക്കി ചെയ്യാം. മുഴുവനെ ഞങ്ങളുടെ ഒരു എന്ന് വെച്ചാൽ ആ ഒരു ശ്രദ്ധയാണെന്ന് ഞാൻ പറയുന്നില്ല. ചില ഐ കോണ്ടാക്റ്റ് കൊണ്ട് എന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ജ്യോതിഷേട്ടനാണ് ഹരിസാറിൻ്റെ അപ്പുറത്ത് നിന്ന് പാടണമെങ്കിൽ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു നോട്ടം കൊണ്ട് മനസ്സിലാവും. നിങ്ങൾ അരങ്ങിൽ കണ്ണുകൾ കൊണ്ട് സംസാരിക്കും. അതെ. അപ്പോൾ കാലമാറ്റങ്ങളായാലും അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞു അടുത്ത യുദ്ധവട്ടമാണ്, അങ്ങനെയുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് അതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയണത്. ഇപ്പം ഈ കഴിഞ്ഞ മാസം മണ്ടോദരി ഉണ്ടായിരുന്നല്ലോ, മണ്ടോദരി. അപ്പം ഞാൻ കണ്ടിരുന്നു. അപ്പം എന്നോട് ഒരാൾ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞറിയോ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാവരും മുമ്പിൽ അവരൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. പാട്ടുകാർക്ക് സ്ക്രിപ്റ്റ് ഉണ്ട്, മറ്റേ കളിക്കാർക്ക് ഇടയ്ക്ക് മാറി മാറി വരാം തന്നല്ല, അവർക്ക് സ്ക്രിപ്റ്റ് കേട്ട് കളിച്ചാൽ മതി, പാട്ട് കേട്ട് കളിച്ചാൽ മതി. പക്ഷെ ചെണ്ടക്കാരൻ അതല്ല, എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ടാവണം. അതിലാണെങ്കിൽ കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു. ആ മാറ്റങ്ങൾ എന്തായിരുന്നു? ഒരു കലാശത്തിൽ വളരെയധികം പ്രസിദ്ധമായ ഒരു മാറ്റം ഉണ്ടായി എന്നൊക്കെ ഉണ്ടായി. ഒരു കേറി വന്ന് എനിക്കത് അടന്തയിലേക്ക് ഒരു കലാശം എന്നുള്ള രീതിക്ക് ഉണ്ടാക്കിയിട്ടില്ല. അതെന്ന് വെച്ചാൽ അടന്തയിൽ ചെമ്പട കൊള്ളിച്ചുകൊണ്ട് ഉള്ള കലാശം. ഇപ്പോൾ ചെമ്പടയിലുള്ള കലാശാണ്. അത് അടന്ത താളത്തിൽ 14 മാത്രയിൽ കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ അങ്ങനെ അല്ലാത്ത രീതിയിൽ അദ്ദേഹം ഒരു കലാശം ഇങ്ങനെ വേണം, ദീ എന്നുള്ള നിലയ്ക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യലുണ്ടായി. പിന്നെ അടന്തയിൽ ഇരട്ടി ചെയ്യലുണ്ടായി. അല്ല, ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഇപ്പോൾ സദനത്തിലാണ് നിങ്ങളുടെ ഒരു ശൈലി, അത് നിങ്ങൾ മറ്റുള്ള കളരിയിൽ ഇപ്പോൾ കോട്ടയ്ക്കലാവട്ടെ അല്ലെങ്കിൽ കലാമണ്ഡലത്തിലാവട്ടെ അവരുടെ അടുത്ത് പോയി കൊട്ടുമ്പോൾ അതിൽ മാറ്റങ്ങൾ ഗൗരവമായിട്ടുണ്ടോ, അതോ നിങ്ങൾക്കത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്ഥാപനങ്ങളിലെ മാറ്റങ്ങൾ, അതിലുപരി തെക്കൻ ശൈലി വടക്കൻ ശൈലി, അങ്ങനെ മാറ്റങ്ങൾ കഥകളിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അല്ല, അതെല്ലാം ഇപ്പോൾ ഉൾക്കൊണ്ടു അല്ലേ? മാറ്റങ്ങൾ ഇപ്പോൾ ഏകദേശം പുറപ്പാടനെ നോക്കുകയാണെങ്കിൽ നഗണ നഗഡ ഗഡ ഗണ നഗഡ ഗഡ ഗണ നഡം ഗിന്നക്കം ഡോറ ഡം ഗിന്നക്കം ഡം ഗിന്നക്കം ഡോംറ ഡം ഗിന്ന ഗഡ ഗണ എന്നാണ് സദനത്തിൽ വരിക.
കലാമണ്ഡലത്തിൽ വരുമ്പോൾ ഡോറ ഗിണ്ണ കാം ഡ ഗണാന്ന് വേറെ എടുത്തു കൊട്ടണം. അങ്ങനെയുള്ള മാറ്റം. അതേപോലെ മുറുകിയ ഇടക്കലാശത്തിൻ്റെ മാറ്റം. ഇപ്പോൾ ഗിന്നതർക ഡും റഡ് നന്ന ഗഡതകതർക ഡും റഡ് ഡം റിണ്ണതർക ഡും റഡ് എന്ന സാധനത്തിൽ ഉണ്ട് ഇടക്കലാശത്തിൽ. കലാമണ്ഡലത്തിലാകുമ്പോൾ ഗിന്നതർക ഡും റഡ് നന്ന ഗഡതകതർക ഡും റഡ് ഡും റഡ് ഒരു കഷ്ടം കമ്മി എന്ന് വെച്ചാൽ അത് അവിടുത്തെ ശൈലിയിൽ ഒരു കഷ്ടം. അത് നമ്മള് അരങ്ങിലത്തെ എക്സ്പീരിയൻസിൽ തന്നെ കിട്ടും. അതെ അതെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കിയിട്ട്. അതെ അതെ. അതുമാതിരി നമ്മൾ ഇപ്പോൾ നിങ്ങൾ അരങ്ങത്ത് വളരെ മഹാരഥന്മാരായിട്ട് ധാരാളം ഇപ്പോൾ കുറേ കാലമായില്ലേ, 10-20 എത്ര കൊല്ലം ഇപ്പോൾ പ്രൊഫഷണൽ? 26 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ വളരെ പ്രമുഖനായിട്ടുള്ള എന്ന് വെച്ചാൽ ചിട്ടയോടുകൂടി കഥകളി ചെയ്യുന്ന, ഒരു കടുകിട വ്യത്യാസമില്ലാണ്ട് കഥകളി ചെയ്യുന്ന ഒരു ആചാര്യൻ്റെ കൂടെ കൊട്ടുമ്പോൾ തലേ ദിവസം തന്നെ ഒരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഇതിപ്പോൾ വേറൊരു അങ്ങനെ എന്തെങ്കിലും തയ്യാറെടുക്കാറുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് നമുക്ക് ആചാര്യന്മാരായിട്ട് അങ്ങനെ പെട്ടെന്ന് ചെന്ന് ഞാൻ അങ്ങനെ എന്താ ചെയ്യണം അങ്ങനെ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു മുന്നൊരുക്കം എടുത്തിട്ടുണ്ടോ? എടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ആശാൻ്റെ ഉണ്ണികൃഷ്ണാശാൻ്റെ ഒപ്പം കുട്ടുക എന്ന് പറഞ്ഞാൽ തയ്യാറെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഭയമാണ്. എന്നാൽ പിറ്റേ ദിവസം തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ ആശാൻ അവിടെ അല്ലെങ്കിൽ ആ കളിക്കുക അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ഇതിപ്പോ പണ്ട് ഈ ക്രിക്കറ്റിൽ നിങ്ങൾ ഈ ക്രിക്കറ്റ് പറഞ്ഞപ്പോഴാണ് പറയാം, വീരേന്ദ്ര സേവാഗിൻ്റെ അടുത്ത് ഒരുത്തൻ ഇൻ്റർവ്യൂ ചോദിച്ചപ്പോഴേ ഈ ഷോയിബ് അക്സർ ഭയങ്കര ഫാസ്റ്റ് ബോളറാണല്ലോ, അയാൾ വരുമ്പോൾ നിങ്ങൾക്ക് അയാൾ വരുമ്പോൾ എന്ന് പറയുന്നത് എക്സ്ട്രാ കോഷ്യസ് ആയിട്ട് എടുക്കില്ലേ ചോദിച്ചു. അപ്പോൾ അയാൾ എന്താ ഒരു വാക്ക് പറഞ്ഞു അറിയോ, ഞാൻ ബൗൾ ചെയ്യുന്ന ആളെയല്ല നോക്കണേ, ബോൾ എങ്ങടാ വരണേന്നാ നോക്കണേ. അപ്പോൾ എനിക്ക് പേടിയില്ല. അതുമാതിരി നമ്മളിപ്പോൾ ആചാര്യനാണ് കളിക്കുന്നതെന്ന് വെച്ചാലും നമ്മൾ കഥാപാത്രവും അതേമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ശരിയല്ലേ? അപ്പോൾ കൂടുതൽ ഇപ്പോൾ ഇന്ന ആളുണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ഒരു കോഷ്യസ് ആവണം അല്ലേ അതിൽ. ഇപ്പോൾ പിന്നെ തായമ്പകയിലേക്ക് അങ്ങോട്ട് ഒരുവിധം അങ്ങോട്ട് സെറ്റായി എന്ന് പറയാം അല്ലേ? തായമ്പകൾ കൂടുതൽ ആയി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞാലും കളികൾ ഇവിടെ നടക്കണ കഥകളികൾക്കൊന്നും ഒരുപാടൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് കേൾക്കാൻ പറ്റില്ല. ട്രൂപ്പിന് കളി ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിഞ്ഞോളണം. ട്രൂപ്പ് കളികൾക്ക് എന്ന് വെച്ചാൽ ധാരാളം പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ പിന്നീട് മേളങ്ങളിലേക്ക് കുറച്ച് അതെ അത് ഒരു കല്ലുവഴി പ്രകാശൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻ്റെ സീനിയറായിട്ട് സദനത്തിൽ തന്നെ പ്രൈവറ്റായിട്ട് പഠിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ മേളങ്ങൾക്ക് പോയി തുടങ്ങി. ഒട്ടുമിക്കോറ് ദിവസങ്ങളിലും മേളം ഉണ്ടാവും. പിന്നെ പ്രധാന ഒരു കാരണം വരുമാനം. വീട്ടിലെ മൂത്ത മകനാണ് ഞാൻ. അപ്പോൾ അച്ഛൻ ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ ഒരു വരുമാനം കൊണ്ട് വേണം നീങ്ങാൻ. സാമ്പത്തികമായിട്ടുള്ള ഒരു വരുമാനം നോക്കിയപ്പോൾ പ്രോഗ്രാമുകളും കൂടുതൽ അതിനായി. പിന്നീട് അതിലേക്ക് മാറി ഈ ഉച്ചയ്ക്ക് വേല പുറപ്പെടുന്ന സ്ഥലത്ത് തായമ്പ് കൊട്ടണം. അത് സ്ഥിരം ഞാനായി. ഉച്ചയ്ക്കുള്ള ഉച്ചത്തായമ്പ അവിടുന്ന് കൊട്ടണം. അങ്ങനെ ധാരാളം തായമ്പകൾ കൊട്ടാൻ അന്ന് അവസരം കിട്ടി. അതിനിടയ്ക്ക് കളികൾക്കും പോകുന്നുണ്ട്. കിട്ടുന്ന കളികൾക്ക് രാമകൃഷ്ണാശാൻ്റെ കൂടെ പോവും. തായമ്പയേക്കാൾ ഇപ്പോഴും ഇഷ്ടം കഥകളി കൊട്ട തന്നെയാണ്. അത് രണ്ട് സുഖമാണ്. പിന്നെ അതെ അല്ല, അതൊരു വലിയ കാര്യം. ഒരു രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക, കഥകളി കൊട്ടും തായമ്പകയും. അത് വളരെ റെയർ ആൾക്കാരെ ഉള്ളൂ എന്ന് തോന്നുന്നു. അമരി, നിങ്ങളിപ്പോൾ കുറേ കാലത്തെ അരങ്ങ് പരിചയം, സത്യം പറഞ്ഞാൽ ഈ നമുക്ക് കിട്ടുന്ന അവാർഡിലേക്കാട്ടും സന്തോഷം നമുക്ക് തരിക ചില ആളുകളിൽ നിന്ന് കിട്ടുന്ന അഭിനന്ദനങ്ങൾ. അത് നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ ഉള്ളിൽ കിടക്കും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു അഭിനന്ദനം, നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു അഭിനന്ദനം, അല്ലെങ്കിൽ നമ്മൾ അയ്യോ അദ്ദേഹം എന്നോട് ഒന്ന് പറഞ്ഞല്ലോ വളരെ സന്തോഷം, അങ്ങനെയുള്ള ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങൾ ഉള്ളതിലൊന്ന് പേര് പറയണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ ആവും. ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 8ൽ മോണാക്റ്റൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പം ഞാൻ അന്നത്തെ ഒരു പത്രത്തിലെ ഒരു കട്ടിങ്സ് ഒരു മാറ്ററാക്കിയിട്ട് അത് അവതരിപ്പിച്ചു.
അപ്പോൾ അതെല്ലാവരും നന്നായി തോന്നും. എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അദ്ദേഹം ഇതൊന്നും അംഗീകരിക്കില്ല എന്നല്ല, ഒന്നും പറയില്ല. പക്ഷെ അദ്ദേഹം എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഓ നീ അത് ഗംഭീരമായിട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. ആ ഒരു സംഭവം ഇന്നും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതേമാതിരി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉണ്ടോ ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ മാനസികമായിട്ട് വളരെ സന്തോഷം തോന്നിയ 2 അരങ്ങുകൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. ഒന്ന് മേളാചാരി ട്രസ്റ്റിൽ പതികാലം കൊട്ടാൻ അവസരം എനിക്ക് കിട്ടി. അപ്പോൾ ശിവദാസേട്ടനെ, മട്ടന്നൂർ ശിവദാസേട്ടനാണ് ഏൽപ്പിച്ച്. അപ്പോൾ ഞാൻ ബാക്കി ഒരുപാട് സീനിയേഴ്സ് ഉണ്ട്, പക്ഷെ മുഖം കൊട്ടാൻ കാരണം അവിടെ അന്ന് എല്ലാവരും ഉണ്ട്. എന്ന് വെച്ചാൽ ആശാന്മാരെല്ലാവരും ഉണ്ട്. ഉണ്ണീഷാശാൻ മുതൽക്ക് ബാലസുന്ദരേട്ടൻ അല്ലെങ്കിൽ മട്ടന്നൂരാശാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊട്ടുക എന്നുള്ളൊരു, അപ്പോൾ ഞാൻ പതികാലം മുഖത്തിലൊരു എണ്ണവും മുഖത്തിലെ എണ്ണങ്ങൾ ചില കണക്കുകളും ചിട്ടപ്പെടുത്തി അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശിവദാസേട്ടനോട് ചോദിച്ചു, ശിവദാസേട്ടൻ അത് ചെയ്യണതിൽ കുഴപ്പമുണ്ടോ? അപ്പോൾ പറഞ്ഞു വ്യത്യസ്തതകളാണ് ഇതാക്കണം, അല്ലാതെ അനുകരണം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് രണ്ടും ചെയ്തപ്പോൾ അവിടുന്ന് അന്ന് ബാലസുന്ദരേട്ടൻ ഇപ്പോൾ നമ്മളെ വിട്ട് പിരിഞ്ഞു, ഇന്നേക്ക് 1 വർഷം തികയ്യ. അപ്പോൾ ബാലസുന്ദരേട്ടൻ എന്നിട്ട് ചെവിയിൽ പിച്ചി പറഞ്ഞൊരു കഷ്ണം കൊണ്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ചോര വന്നു, സന്തോഷം കൊണ്ട്. അതെ, നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സന്തോഷം തോന്നി തീർച്ചയായിട്ടും. പിന്നെ കഴിഞ്ഞ വർഷത്തെ വയമ്പറ്റ ഉണ്ണീഷാശാൻ്റെ നാട്ടിലെ തായമ്പായ്ക്ക് പോയിരുന്നു. അപ്പോൾ അവിടുന്ന് കഴിഞ്ഞപ്പോൾ ആശാൻ നന്നായി എന്ന് പറഞ്ഞു. അതൊരു വളരെ മാനസികമായിട്ട് സന്തോഷം. അതൊക്കെ നമുക്ക് ലൈഫ് ലോങ് അതെ ഒരു സംഗതിയാണ്. നന്നായി എന്ന് പറഞ്ഞേക്കാൾ കൂടുതൽ ഒന്നും കൂടി നന്നാക്കായിരുന്നു എന്ന് തോന്നിയപ്പോൾ. അതിപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നാറ്. കഥകളിക്കൊട്ടാണെന്നുണ്ടെങ്കിലും ഒന്നിരുന്ന് കാണുക, എന്താ ഞാൻ ചെയ്ത് എന്നുള്ളതൊന്ന് നോക്കാൻ ഇപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 10-20 കൊല്ലമായില്ലേ. ഏതൊക്കെ അവാർഡുകളാണ്? ഒന്ന് അവാർഡ് മസ്കറ്റ് എന്നുള്ളൊരു ശ്രീദേവി രാഘവം പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ BCK ബാംഗ്ലൂരിൻ്റെ ഒരു മാങ്ങാനം രാമപിഷാരടി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്.